ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ ഞാൻ അതിരാവിലെ എഴുന്നേറ്റ് നാട്ടിലോട്ട് പോകാൻ വേണ്ടി ട്രെയിനൊക്കെ കയറി. ഇത്തവണ പോകുമ്പോൾ കുറേയധികം എക്സൈറ്റ്മെൻറ്റോടെയാണ് പോകുന്നത്. കുറേ നാൾക്ക് ശേഷം നാട്ടിലോട്ട് പോകല്ലേ, അതിൻ്റേതായ ആ എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. രാവിലെ എഴുന്നേറ്റിൻ്റെ ഉറക്കക്ഷീണമൊക്കെ ഉള്ളതുകൊണ്ട് അപ്പം തന്നെ കയറി കിടന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പോൾ അത് രാവിലെയായി കോട്ടയം എത്തി. അങ്ങനെ ഞങ്ങൾ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഞങ്ങളൊന്ന് റിഫ്രഷ് ആവാൻ വേണ്ടി റിഫ്രഷ്മെൻറ്റ് റൂമിൽ കയറി മുടിയൊക്കെ നീരി നല്ല പൗഡറൊക്കെ ഇട്ട് നല്ല റെഡിയായിട്ട് പുറത്തോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഫ്രഷായി കഴിഞ്ഞ് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി, റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങി ഫുഡ് കഴിക്കാമെന്ന് ഓർത്തു. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ അടുത്ത് തന്നെ ആര്യാസ് ഉണ്ടായിരുന്നു. ആര്യാസിൽ കയറി. എനിക്ക് ഏത് ഹോട്ടലിൽ കയറിയാലും രാവിലെ കഴിക്കാൻ ഇഷ്ടം നെയ് റോസ്റ്റാണ്. അങ്ങനെ ഞാൻ നെയ് റോസ്റ്റ് ഓർഡർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അമ്മ ചപ്പാത്തി ഓർഡർ ചെയ്തു. അങ്ങനെ ഞങ്ങൾ അതെല്ലാം കഴിച്ച് അടുത്ത KSRTC ബസ്സിൽ കയറി പാലായ്ക്ക് പോകാൻ വേണ്ടി. അങ്ങനെ പാലായി എത്തി. വീട്ടിലോട്ട് കുറച്ച് മീനൊക്കെ വാങ്ങിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ മീനൊക്കെ വാങ്ങി ഞങ്ങൾ അടുത്ത ബസ് കയറാൻ വേണ്ടി പോവാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ മേലുകാവാണ് എൻ്റെ വീട്. മേലുകാവ് പോകാൻ വേണ്ടി ഞങ്ങൾക്ക് ബസ് കയറി കുറച്ച് ദൂരമേ ഉള്ളൂ, ബസ് കയറി വേണം പോകാൻ. അങ്ങനെ ഞങ്ങൾ മേലുകാവിലേക്ക് ബസ്സൊക്കെ കയറി അവിടെ എത്തി ഞങ്ങളൊരു നാരങ്ങ വെള്ളവും കുടിച്ചിട്ട് പിന്നെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി ഓട്ടോ കയറണം. അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ കയറി. ഓട്ടോയിൽ പോകുന്ന വഴി നല്ല നല്ല കാഴ്ചകളുണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു പോകുന്ന വഴിയൊക്കെ കാണാൻ വേണ്ടി. നല്ല വ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ടാണ് ഞങ്ങൾ പോയത്. പിന്നെ പള്ളിയിലൊക്കെ കണ്ടു. ഞങ്ങൾ പോകുന്ന വഴി ഞങ്ങളുടെ CSI പള്ളിയൊക്കെ ഉണ്ടായിരുന്നു. ആ CSI പള്ളിയൊക്കെ കണ്ട് അങ്ങനെ ഞങ്ങളവിടെ എത്തി. റോഡിൻ്റെ മുകളിലോട്ട് പോയ ഇലവിഴപ്പൂഞ്ചിറയാണ്. അവിടെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 5-10 മിനിറ്റേ ഉള്ളൂ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി. അങ്ങനെ ഞങ്ങളുടെ വീടിൻ്റെ അങ്ങോട്ടേക്ക് ഓട്ടോ ഒന്നും വരത്തില്ല, റോഡൊക്കെ ശരിയാക്കുന്നേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ നടന്ന് വേണം വീടിൻ്റെ അവിടെ വരെ എത്താൻ. പോകുന്ന വഴി അഡ്വഞ്ചറസ് ട്രിപ്പ് തന്നെയായിരുന്നു. പോകുന്ന വഴി നല്ല പാടങ്ങളും പാറകളും എല്ലാം ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ട് അനുഭവിച്ചൊക്കെയാണ് പോയത്. ഒരു 2 വഴി ഉണ്ടായിരുന്നു. നേരെ പോയാൽ എത്തും, സൈഡിൽ കൂടെ പോയാലും എത്തും. ഞങ്ങൾ കുറുക്ക് വഴി ചാടിയാണ് അവിടെ എത്തിയത്. പോകുന്ന വഴി ഓസൊക്കെ ഉണ്ട്. ഓസ് എന്ന് പറയുമ്പോൾ പല വീട്ടിലും വെള്ളമൊക്കെ എത്തിക്കുന്നത് ഓസ് കണക്ഷനിലൂടെയാണ്. അങ്ങനെ അതൊക്കെയാണ് നേരത്തെ കണ്ടത്. അങ്ങനെ ഞങ്ങൾ നടന്ന് വീട്ടിലോട്ട് പോകാൻ വേണ്ടി നടന്നു. ആ കാണുന്നതാണ് പാലം. പാലത്തിൻ്റെ അപ്പുറത്തൂടെയൊക്കെ കടന്നാണ് നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് എത്തേണ്ടത്. ഈ കാണുന്ന പാറക്കല്ലുകളാണ് ഞങ്ങളുടെ വഴി. ഈ വഴി കൂടെയാണ് ഞങ്ങൾ വീട്ടിലോട്ട് പോകേണ്ടത്. അങ്ങനെ ഞങ്ങൾ പാലം എത്തി. അപ്പുറം വെള്ളച്ചാട്ടം പ്രതീക്ഷിച്ചാണ് പോയത്. പക്ഷേ വേനൽ കാരണം വെള്ളമില്ല, ഭയങ്കര വരണ്ട് കിടക്കുമായിരുന്നു. അല്ലെങ്കിൽ നല്ല രസമായിരുന്നു ഇവിടെയൊക്കെ കാണാൻ. വെള്ളച്ചാട്ടവും അങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകിപ്പോകുന്നതൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. അപ്പുറത്തെ സൈഡ് ഇങ്ങനെ വരണ്ട് കിടക്കുമായിരുന്നു. ഇതെല്ലാം കണ്ട് ഞങ്ങൾ അങ്ങനെ വീടെത്തി. വീട്ടിൽ ചേട്ടൻ്റെ കൊച്ചും ഭാര്യയൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരുമായിട്ട് വർത്തമാനമൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ ഈ ദിവസം അങ്ങനെ വീഡിയോ ഒന്നും എടുത്തില്ല. പിറ്റേ ദിവസമായപ്പോൾ ചേച്ചിയുടെ കൊച്ചൊക്കെ വന്നു. അങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞു കളിച്ചു. അങ്ങനെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വേണ്ടി പുറത്തോട്ടൊക്കെ ഇറങ്ങി പാലത്തിലൊക്കെ കയറി പിന്നെ കാഴ്ചകളൊക്കെ കണ്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.